ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിച്ചു നൽകുന്ന ടൗൺഷിപ്പിലെ ഒന്നാം ഘട്ടത്തിൽ ഫേസ് 1-ലുള്ള 178 വീടുകൾ കൈമാറുമെന്ന് നേരത്തെ സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ ഈ 178 വീടുകളിൽ 2 വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. ചോർച്ച ഉണ്ട് എന്ന ദുരന്തബാധിതർ തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്ന രീതിയിൽ പ്രതികരണമൊക്കെ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് സർക്കാരിൻ്റെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് സന്ദർശിക്കാനായി റവന്യൂ വകുപ്പ് മന്ത്രി എത്തി. ഈ വീടിനകത്ത് നേരത്തെ വിള്ളൽ കണ്ടെത്തിയ സ്ഥലത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ആ ഭാഗത്ത്, അതായത് ആ പെൻസിൽ കൊണ്ട് വരച്ചതിന് നടുക്ക് ഭാഗത്തായി നനഞ്ഞ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ട്. ആ ഭാഗത്താണ് ഇന്ന് മന്ത്രി ഈ ഭാഗത്ത് പരിശോധന നടത്തിയത്. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുകൾ കണ്ടതായി മന്ത്രി കെ രാജൻ സമ്മതിച്ചെങ്കിലും വീടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഇതിനോടൊപ്പം ഇതുവരെ ഒരു വീടും ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കൈമാറിയത് പട്ടയം മാത്രമാണ്. വീടുകൾ കൈമാറുന്ന ഘട്ടം ഇനിയും ബാക്കിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതായത് ഔദ്യോഗികമായി വീടുകൾ ഇനി കൈമാറേണ്ട ഘട്ടം ഇനിയുണ്ട്. വീടുകൾ കൈമാറിയ ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായാൽ മാത്രമേ അത് ഗൗരവമായ വിഷയമായി കാണേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പോഴുള്ള വെള്ളം കിനിയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഇത് പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമാണ് കൈമാറ്റം ഉണ്ടാകുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. വീടുകൾ കൈമാറിയ ശേഷം പോലും വെള്ളം കിനിഞ്ഞാൽ കരാർ പ്രകാരം നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നടപടിയെടുക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അത് നടപ്പാക്കാത്ത പക്ഷം പണം നൽകില്ലെന്നുമാണ് മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. താമസം ആരംഭിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അവ പരിഹരിക്കാൻ ഊരാളുങ്കൽ ബാധ്യസ്ഥരായിരിക്കുമെന്നും അത് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണെന്നും അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട്. കരാർ പ്രകാരം 410 വീടുകൾ ഒക്ടോബറിനകം തന്നെ പൂർത്തിയാകാത്ത പക്ഷം ബന്ധപ്പെട്ടവർ ഫലം അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് മന്ത്രി പറഞ്ഞു വെച്ചത്. ഏതായാലും 410 വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മെയ് മാസം തുടക്കത്തോടു കൂടി തന്നെ 178 വീടുകൾ നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഫേസ് 1-ലെ 178 വീടുകളും ദുരന്തബാധിതർക്ക് നൽകാൻ കഴിയുമെന്ന വിശ്വാസം ഉണ്ട് എന്നാണ് മന്ത്രി ഇന്ന് പ്രധാനമായും മാധ്യമങ്ങളോട് പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണി ആന്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.